രാത്രിയുടെ നിശബ്ദത കീറിമുറിച്ചുകൊണ്ട് ഒരു കാർ കായൽ തീരത്തേക്ക് പാഞ്ഞു. കായലിന്റെ കരയിലേക്ക് വെളിച്ചം കിട്ടാത്ത ഒരിടത്ത് അയാൾ വാഹനം നിർത്തി. ഏകദേശം 60 വയസ്സ് തോന്നിക്കുന്ന ഒരാൾ, ആരോഗ്യവാനാണ്. അതിൽ നിന്നും പുറത്തേക്കിറങ്ങി. അയാളുടെ മുഖത്തൊരു പ്രത്യേക ഭാവമുണ്ടായിരുന്നു. അത് ലക്ഷ്യം നേടിയെടുത്ത ഭാവമായിരുന്നു. അയാൾ വളരെ വേഗം ഡിക്കി തുറന്നു തന്റെ മനസ്സിന്റെ എല്ലാ ധൈര്യവും എടുത്ത് ഡിക്കിയുടെ ഉള്ളിൽ നിന്ന് ഒരു ഭാരമുള്ള ചാക്കുകെട്ട് അയാൾ വലിച്ചെടുത്തു. അതുമായി കായൽ തീരത്തേക്ക് നീങ്ങി. ഒടുവിൽ ചതുപ്പും മണ്ണും നിറഞ്ഞ കായലിന്റെ ഓരത്ത് വെച്ച് അയാൾ ആ ഭാരം കായലിന്റെ മരവിച്ച വെള്ളത്തിലേക്ക് തള്ളിയിട്ടു. ഒരു ചെറിയ ഓളവും ഒരു നിമിഷത്തെ നിശബ്ദതയും മാത്രം. ഇരുട്ടും കായലിന്റെ ചതുപ്പും മാത്രമായിരുന്നു അവിടെ സാക്ഷി. ആ നിശബ്ദതയിൽ അയാളുടെ ഹൃദയത്തിൽ കുറ്റബോധത്തേക്കാൾ ലക്ഷ്യം സാധിച്ച സന്തോഷമായിരുന്നു. കായൽ തീരം കടന്നു തിരിഞ്ഞ നഗരത്തിന്റെ തിരക്കുകൾ ഭേദിച്ച് ആ കാർ വീണ്ടും പാഞ്ഞുപോയി. നഗരത്തിരക്കുകളിൽ നിന്നും അല്പ അകലെയുള്ള ഒരു സ്റ്റേഷനിലേക്ക്. പോലീസ് സ്റ്റേഷൻ. ഇതൊരു പഴയ സ്റ്റേഷൻ ആയിരുന്നു. ഭിത്തികളിൽ മഞ്ഞ കലർന്ന വെള്ള പെയിന്റും തടികൊണ്ടുള്ള ഭാരമേറിയ മേശകളും കസേരകളും ആയിരുന്നു പ്രധാന ഫർണിച്ചറുകൾ. സ്റ്റേഷന്റെ കളിൽ എപ്പോഴും നേരിയ ഒരു ഈർപ്പവും പഴമയുടെ മണവും തങ്ങി നിന്നിരുന്നു. പഴയ ഫാനുകളുടെ ഒച്ചയും ഫയർലൈറ്റ് സെറ്റിൽ നിന്നുള്ള നേരിയ ശബ്ദവും മാത്രമായിരുന്നു അവിടുത്തെ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ടുള്ള ബാഹ്യമായ വളരെ ശാന്തമായി കാണപ്പെട്ടിരുന്നെങ്കിലും ആ സ്റ്റേഷന്റെ മുക്കിലെ മൂലയും കഠിനമായ ചോദ്യം ചെയ്യലുകളുടെയും സത്യം പുറത്തു വരുന്നതിന്റെയുമായ ഇരുമുറുക്കം ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. ആ ശാന്തതയിലേക്കാണ് അനു എന്ന ചെറുപ്പക്കാരനും അയാളുടെ ഭാര്യ ഇന്ദുവും വളരെ ധൃതിപ്പെട്ട് പരിശ്രമിച്ച് അവരുടെ അമ്മയെ കാണാനില്ലെന്ന പരാതിയുമായി എത്തിയത്. പോലീസ് ഇൻസ്പെക്ടർ സുരേഷ് കുമാറിന്റെ മുന്നിൽ ഇവർ ഇരുന്നു. സത്യസന്ധനായ ഒരു പോലീസ് ഓഫീസർ ആയിരുന്നു സുരേഷ് കുമാർ. അദ്ദേഹത്തിന് ഏതാണ്ട് 40-45 വയസ്സ് പ്രായമുണ്ടായിരുന്നു. യൂണിഫോമിനുള്ളിലും ഔദ്യോഗിക വേഷത്തിലും അദ്ദേഹം ശാന്തനും ഗൗരവക്കാരനുമായിരുന്നു. അനാവശ്യമായ ബഹളങ്ങൾ ഒഴിവാക്കി തെളിവുകൾ മാത്രം സംസാരിക്കണമെന്ന് വിശ്വസിച്ചിരുന്ന ആളാണ് സുരേഷ് കുമാർ. മറ്റുള്ളവർ എളുപ്പം വിശ്വസിക്കുന്ന നുണകളൊന്നും കള്ളത്തരങ്ങളെയും അതിജീവിച്ച് സത്യത്തിലേക്ക് എത്താനുള്ള നിരീക്ഷണ പാഠം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. കുറ്റവാളികളെ ചോദ്യം ചെയ്യുമ്പോൾ ദേഷ്യപ്പെടുന്നതിന് പകരം ശാന്തമായി ചോദിച്ച് അവരെ മാനസികമായി തളർത്തുന്ന രീതിയിലാണ് അദ്ദേഹം ഉപയോഗിച്ചിരുന്നത്. സാർ, എന്റെ അമ്മയെ കാണാനില്ല. അനുവിന്റെ ശബ്ദത്തിൽ ഭയം കലർന്നു. ഞങ്ങൾ എല്ലായിടത്തും തിരക്കി. അമ്മ പോകാനുള്ള ഇടങ്ങളിലും സ്ഥലത്തും അമ്പലങ്ങളിലും എല്ലാം ഞങ്ങൾ തിരക്കി. എവിടെയും അമ്മയില്ല. ഇൻസ്പെക്ടർ സുരേഷ് കുമാർ അമ്മയെ കാണാതായ സമയത്ത് വീട്ടിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന് അന്വേഷിച്ചു. അമ്മ മാത്രമാണ് ഉണ്ടായിരുന്നത് സാർ. അച്ഛൻ ജോലി സ്ഥലത്തായിരുന്നു. അവർ തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ, സാധാരണ വീടുകളിൽ ഉണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു സാർ. വീട് വിട്ടു പോകാൻ മാത്രം പ്രശ്നങ്ങൾ ഉള്ളതായി അറിയില്ല. അമ്മ പറഞ്ഞിട്ടുമില്ല. പക്ഷെ അമ്മയ്ക്ക് എന്തൊക്കെയോ വിഷമങ്ങൾ ഉള്ളതായി തോന്നിയിട്ടുണ്ട്. എന്തായാലും ഒരു പരാതി എഴുതി തരൂ. എത്രയും വേഗം അനുവിന്റെ അച്ഛനോട് സ്റ്റേഷനിൽ ഹാജരാകാൻ പറയണം. ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കാനുണ്ട്. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തതിനു ശേഷം അനു അവിടെ നിന്നും മടങ്ങി. ജോലി സ്ഥലത്ത് നിന്നും അയാൾ എത്രയും വേഗം പോലീസ് സ്റ്റേഷനിൽ എത്താൻ ഇൻസ്പെക്ടർ സുരേഷ് കുമാർ നിർദ്ദേശിച്ചതിനെ തുടർന്ന് ഇന്ദിരയുടെ ഭർത്താവായ ബാലൻ സ്റ്റേഷനിലെത്തി. അയാളുടെ മുഖത്ത് ഭാര്യയെ കാണാതായ ഭർത്താവിന്റെ ദുഃഖം നിഴലിച്ചു നിന്നു. ബാലൻ, നിങ്ങളുടെ ഭാര്യയെ കാണാനില്ല എന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ ചില സംശയങ്ങൾ ചോദിക്കാനാണ് നിങ്ങളെ വിളിച്ചു വരുത്തിയത്. എന്താണ് സാറിന് അറിയേണ്ടത്? എനിക്കറിയുന്നതെല്ലാം ഞാൻ പറയാം. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വാക്കുതർക്കം ഉണ്ടായിട്ടുണ്ടോ? അത് സാർ, എല്ലാ വീടുകളിലും ഉണ്ടായിരുന്ന ചില പ്രശ്നങ്ങൾ ഞങ്ങളുടെ വീട്ടിലും ഉണ്ടായിരുന്നു. അവൾക്ക് ചില മാനസിക അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു. അതിന് ചികിത്സയിലുമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതൊന്നും അത്ര കാര്യമാക്കാറില്ല. അവർ വീട് വിട്ടു പോയ ദിവസം നിങ്ങൾ എവിടെ ഉണ്ടായിരുന്നു? അത് സാർ, ഞാൻ കുറച്ചു ദിവസമായി ജോലി സംബന്ധമായി പുറത്താണ്. നാട്ടിലില്ലായിരുന്നു. അവർ കടുങ്കൈ ഒന്നും ചെയ്യില്ലല്ലോ സാർ. നിങ്ങൾ അതോർത്ത് ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട. അവർ ഏതെങ്കിലും ബന്ധു വീട്ടിൽ പോയതായിരിക്കും. ഓക്കെ, ഇപ്പൊ നിങ്ങൾ പൊയ്ക്കോളൂ. ആവശ്യമുണ്ടെങ്കിൽ വിളിപ്പിക്കാം. അയാൾ പോയതിന് പിന്നാലെ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു നിർണായക വിവരമെത്തി. കായൽ തീർത്ത് ആരോ ഉപേക്ഷിച്ചു പോയ ഒരു മൃതദേഹം പൊങ്ങിക്കിടക്കുന്നു. ഇൻസ്പെക്ടർ സുരേഷ് കുമാർ ഉടൻ തന്നെ ഒരു സംഘവുമായി അങ്ങോട്ട് പാഞ്ഞു. അവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ച അജ്ഞാതയായ ഒരു സ്ത്രീയുടെ ശരീരം. കായലിന്റെ ചളിയിൽ പാതി പൂണ്ടു കിടക്കുന്ന. പ്രഥമ ദൃഷ്ടിയാൽ അതൊരു മുങ്ങിമരണത്തിന്റെ ലക്ഷണമായിരുന്നില്ല. കഴുത്തിലുണ്ടായ മുറിവും പാടുകളും അതൊരു കൊലപാതകമാണെന്ന് വിളിച്ചു വരുത്തുന്നുണ്ടായിരുന്നു. ഇൻസ്പെക്ടർക്ക് തന്റെ സംശയം ബലപ്പെട്ടു. ഇത് കാണാതായ ഇന്ദിരയാണോ? ആരെങ്കിലും ഒന്ന് തിരിച്ചറിയണം. ഉടനെ തന്നെ ഭർത്താവിനെ വിളിക്കാൻ ശ്രമിച്ചെങ്കിലും അയാളെ ഫോണിൽ കിട്ടിയില്ല. ഒടുവിൽ സുരേഷ് കുമാർ തീരുമാനമെടുത്തു, മക്കളെ വിളിക്കാം. അധികം വൈകാതെ മക്കളായ അനുവും ഇന്ദുവും പോലീസ്
ഉദ്യോഗസ്ഥരോടൊത്ത് മോർച്ചറിയിലെത്തി. അവിടെ വെച്ച് തകർന്ന മനസ്സോടെ അവർ ആ സത്യം അംഗീകരിക്കേണ്ടി വന്നു. കായലിൽ കണ്ട മൃതദേഹം അവരുടെ അമ്മ ഇന്ദിരയുടേതായിരുന്നു. മക്കളുടെ കണ്ണീരും അലർച്ചയും ആ മുറിയിൽ മുഴങ്ങി. പോലീസ് ഓഫീസർക്ക് കാര്യങ്ങൾ വ്യക്തമായി. അത് അവർ തന്നെയായിരുന്നു. മക്കളുടെ ദുഃഖം അദ്ദേഹത്തെയും വിഷമിപ്പിച്ചു. അനു, എനിക്ക് നിങ്ങളോട് മറ്റൊരു സത്യം കൂടി പറയണം. ഇതൊരു ആത്മഹത്യയല്ല, കൊലപാതകമാണ്. അനു ആ നിമിഷം തകർന്നുപോയി. മനസ്സിൽ ഒരു ഇടുത്തി വീഴുന്നത് പോലെ അവന് തോന്നി. അവൻ ചുമരിൽ തല തട്ടിച്ചു നിന്നു. അമ്മയെ കൊന്നതോ? ആരാണ് സാർ ഞങ്ങളുടെ അമ്മയെ കൊന്നത്? എൻ്റെ അമ്മ പാവമായിരുന്നു. അവരുടെ കരച്ചിൽ ആ മുറിയിൽ തങ്ങി നിന്നു. അവരുടെ മരണം കൊലപാതകമാണെന്ന് തെളിഞ്ഞതോടെ അന്വേഷണം കൂടുതൽ ആളുകളിലേക്ക് വ്യാപിപ്പിച്ചു. അതിനിടെയാണ് ബാലനെക്കുറിച്ച് നിർണായകമായ വിവരങ്ങൾ പോലീസിനെ ലഭിച്ചത്. ഇൻസ്പെക്ടർ സുരേഷ് കുമാർ തന്റെ ഡെസ്കിലെ ടീമിന് നിർദ്ദേശം നൽകി. അയാൾ പറഞ്ഞത് ഭാര്യയെ കാണാതാകുന്ന സമയത്ത് അയാൾ ജോലി സംബന്ധമായ ദൂരസ്ഥലത്തായിരുന്നു എന്നാണ്. നമ്മൾ ആദ്യം അത് പരിശോധിക്കണം. അയാൾ യാത്ര ചെയ്തെന്ന് പറയുന്ന റൂട്ടുകളെല്ലാം നമ്മൾ പരിശോധിക്കണം. CCTV ദൃശ്യങ്ങളും വാഹനത്തിന്റെ രേഖകളും ശേഖരിക്കുക. അന്വേഷണം അങ്ങനെ തുടങ്ങി. അയാളുടെ കാറിന്റെ രജിസ്ട്രേഷൻ നമ്പരും അയാൾ പറഞ്ഞ സമയപരിധിയും വെച്ച് അന്വേഷണ ഉദ്യോഗസ്ഥർ വിവരങ്ങൾ തിരഞ്ഞു. അധികം വൈകാതെ നിർണായകമായ വിവരം ലഭിച്ചു. അയാൾ താൻ യാത്ര ചെയ്തെന്ന് അവകാശപ്പെടുന്ന ദൂരസ്ഥലത്ത് നിന്ന് കൊലപാതകം നടന്ന ദിവസം രാത്രി കൃത്യമായി അയാൾ വീട്ടിലേക്ക് എത്തുന്നതിനോട് ചേർന്നുള്ള ഒരു ടോൾ ബൂത്തിൽ അയാളുടെ കാർ കടന്നുപോയതിന്റെ രേഖകൾ കിട്ടി. മാത്രമല്ല അയാളുടെ മൊബൈൽ ടവർ ലൊക്കേഷനുകളും ആ യാത്രാ വിവരം ശരിവെച്ചു. അയാൾ പറഞ്ഞ സമയത്ത് അദ്ദേഹം ദൂരസ്ഥലത്തായിരുന്നില്ല, മറിച്ച് വീടിന് സമീപം തന്നെയായിരുന്നു. ടവറുകളുടെ പരിധിയിലായിരുന്നു ഫോൺ ഓപ്പറേറ്റ് ചെയ്തിരുന്നത്. യാത്രയുടെ ഇടയിൽ കായൽ തീരത്തിനടുത്തുള്ള ടവറുകളുടെ സിഗ്നൽ പോലും മൊബൈൽ ഡേറ്റയിൽ വ്യക്തമായിരുന്നു. പോലീസ് ഇൻസ്പെക്ടർ സുരേഷ് കുമാർ ആ രേഖകളിലേക്ക് നോക്കി. അപ്പോഴാണ് അയാളുടെ ജീവിതത്തിലെ സത്യങ്ങൾ പോലീസിന് മനസ്സിലായത്. അയാളുടെ മൊബൈൽ ഫോൺ, സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ, ഇലക്ട്രോണിക് ഡയറികൾ എന്നിവ പരിശോധിച്ചപ്പോൾ പോലീസിന് മനസ്സിലായത് പ്രായത്തെ വകവയ്ക്കാതെ ബാലന് സ്ത്രീകളെ വരുതിയിൽ നിർത്താനും ആകർഷിക്കാനും ഒരു പ്രത്യേക കഴിവുണ്ടായിരുന്നു. അയാൾ ബിസിനസ് ആവശ്യങ്ങൾക്കും യാത്രകൾ പോകുമ്പോഴും പോലും തന്റെ സ്വാധീനം ഉപയോഗിച്ച് പല സ്ത്രീകളുമായി അടുപ്പം സ്ഥാപിക്കുകയും അത് നിലനിർത്തുകയും ചെയ്തിരുന്നു. ഇതിനെ അയാൾ ഒരു വിനോദമായും പുരുഷത്വത്തിന്റെ അടയാളമായും കണ്ടിരുന്നു. ഈ കഴിവ് പഴയ ജീവിതം ഉപേക്ഷിച്ച് പുതിയ ബന്ധങ്ങളിലേക്ക് മാറാൻ അയാൾക്ക് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല. അയാളുടെ മറ്റു ബന്ധങ്ങളെക്കുറിച്ച് ഇന്ദിരയ്ക്ക് അറിയാമായിരുന്നു. എന്നാൽ ഒന്നിലധികം സ്ത്രീകളുമായുള്ള അയാളുടെ ഇടപാടുകളെക്കുറിച്ച് അവർ ചോദ്യം ചെയ്യുകയും അതിന്റെ തെളിവുകൾ സഹിതം വിവാഹമോചനത്തിന് കേസ് കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. പദവിയിലുള്ള ഇന്ദിര ഇത് കോടതിയിൽ ഉന്നയിക്കുകയാണെങ്കിൽ അയാളുടെ ബിസിനസ് ലോകത്തെ സ്വാധീനവും നാട്ടിലെ നല്ലവനെന്ന മുഖംമൂടിയും എന്നേക്കുമായി തകരുമെന്ന് അയാൾക്ക് ഭയമുണ്ടായിരുന്നു. തന്റെ അവിഹിത ബന്ധങ്ങൾ തുടർന്നു കൊണ്ടുപോകാനും തന്റെ പ്രത്യേക കഴിവ് ഉപയോഗിച്ച് പുതിയ സ്ത്രീകളിലേക്ക് എത്താനും അവർ ഒരു തടസ്സമാകുമെന്നും അയാൾക്ക് മനസ്സിലായി. ഇന്ദിരയെ നിയമപരമായി ഒഴിവാക്കുന്നതിനേക്കാൾ എളുപ്പവും വേഗത്തിലുമുള്ളതായി വഴി കൊലപാതകമാണെന്ന് അയാൾ തീരുമാനിച്ചു. അപ്പോൾ അയാൾ കള്ളം പറയുകയായിരുന്നു. ഭാര്യയെ കൊന്ന ശേഷം തെളിവ് നശിപ്പിക്കാനായിട്ട് അയാൾ തിരിച്ച് ജോലിസ്ഥലത്തേക്ക് പോയതാണ്. പോലീസിന്റെ കൈവശം തെളിവുകളെല്ലാം കിട്ടിയതിനു ശേഷം വീണ്ടും ബാലനെ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കപ്പെട്ടു. പോലീസ് സ്റ്റേഷനിൽ തണുത്തതും വെളിച്ചം കുറഞ്ഞതുമായ ഒരു ചെറിയ മുറി, സാധാരണക്കാരനായ കുറ്റവാളികളെ കാണാൻ ഉപയോഗിക്കുന്ന ചെറിയ മുറി. സാർ, എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. എൻ്റെ ഭാര്യ, അവൾക്ക് ഇങ്ങനെ ഒരു ഗതി വരുമെന്ന് വിശ്വസിക്കാൻ എനിക്ക് പറ്റുന്നില്ല. അവൾ ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഇൻസ്പെക്ടർ സുരേഷ് കുമാർ അയാളുടെ കണ്ണുകളിൽ, ഇന്ദിര ആത്മഹത്യ ചെയ്തതല്ല ബാല, ഇതൊരു കൊലപാതകമാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നത് ശ്വാസം മുട്ടിച്ചതാണ് മരണം സംഭവിച്ചിരിക്കുന്നത് എന്നാണ്. അതിനുശേഷമാണ് മൃതദേഹം കായലിൽ ഉപേക്ഷിക്കപ്പെട്ടത്. ഈ വിവരം കേട്ട് അയാൾ ആദ്യമൊന്ന് ഞെട്ടി. അയാളുടെ കൈകൾ കുപ്പിക്കൊണ്ട്, ദൈവമേ, ആരാണ് എൻ്റെ പാവം ഭാര്യയെ ഇങ്ങനെ ചെയ്തത്? എൻ്റെ മക്കൾ ഇതെങ്ങനെ സഹിക്കും? നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ എന്ന് പോലീസ് ചോദിച്ചു. അയാൾ അതിന് മറുപടി പറയുന്നതിന് മുമ്പേ സുരേഷ് കുമാർ അടുത്ത ചോദ്യം ചോദിച്ചിരുന്നു. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? വളരെ ശാന്തനായി അയാൾ അതിന് മറുപടി പറഞ്ഞു. സാർ, അന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ, ചെറിയ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ അതത്ര കാര്യമാക്കാറില്ലായിരുന്നു. എന്നാൽ ഞങ്ങളുടെ അന്വേഷണത്തിൽ നിങ്ങൾ തമ്മിൽ വലിയ വഴക്കുകളും മറ്റു സ്ത്രീകളുമായുള്ള നിങ്ങളുടെ ബന്ധത്തെപ്പറ്റിയും അവർക്ക് അതൃപ്തി ഉണ്ടായിരുന്നു അറിയാൻ കഴിഞ്ഞു. എന്തുകൊണ്ടാണ് നിങ്ങൾ ആ സത്യം മറച്ചു വെച്ചത്?
ബാലൻ ഉടൻ തന്നെ അതിനെ തടഞ്ഞു. സാർ, അതല്ല, എന്റെ ഭാര്യയുടെ വെറും സംശയമായിരുന്നു. ഞാൻ മറ്റൊരു സ്ത്രീയുമായി അടുപ്പമുണ്ടായിരുന്നില്ല. എന്റെ ബിസിനസ് സംബന്ധമായ ബന്ധങ്ങളാണ് അതിനെ അവൾ തെറ്റിദ്ധരിച്ചതാണ്. പെട്ടെന്നാണ് മറ്റൊരു പോലീസുകാരൻ ഒരു ഫോണുമായി കടന്നു വന്നത്. സുരേഷ് കുമാർ അതിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്ത് അയാൾക്ക് നേരെ നീട്ടി. ഈ പെൺകുട്ടിയെ നിങ്ങൾക്കറിയാമോ? അയാൾ ഒന്ന് പതറിയെങ്കിലും അത് പുറത്തു കാണിച്ചില്ല. അതൊരു വിദേശ വനിതയുടെ ചിത്രമായിരുന്നു സാർ. ഇതെന്റെ ക്ലയന്റ് ആണ്. അവളെ കാണാതായ ദിവസം നിങ്ങൾ വീട്ടിൽ വന്നിരുന്നോ? ഇൻസ്പെക്ടർ സുരേഷ് കുമാർ ചോദിച്ചു. ഇല്ല സാർ, ഞാൻ എന്റെ ജോലി സ്ഥലത്തായിരുന്നു. ആ ശരി, ഇനിയും ഞങ്ങൾ വിളിപ്പിക്കാം, നിങ്ങൾക്ക് പോകാൻ. പോയതിനു ശേഷം ഇൻസ്പെക്ടർ സുരേഷ് കുമാർ ഫയൽ അടച്ചു. അയാളെ ഉടൻ കസ്റ്റഡിയിലെടുക്കണം. വീട്ടിൽ ഫോറൻസിക് പരിശോധന നടത്തണം. അയാൾ നൽകിയ വിവരങ്ങൾ മുഴുവൻ കള്ളമായിരുന്നു. അയാൾ തന്നെയാണ് ഈ കേസിലെ ഏക പ്രതി. തെളിവെടുപ്പിനായി ഇൻസ്പെക്ടർ സുരേഷ് കുമാർ ഫോറൻസിക് സംഘവും അയാളുടെ വീട്ടിലെത്തി. തെളിവുകൾ നശിപ്പിക്കാനുള്ള ശ്രമവും അവിടെ നടന്നിട്ടുണ്ട്. ഇയാൾ തന്നെയാണ് നമ്മുടെ മുഖ്യപ്രതി. തെളിവുകൾ ശേഖരിച്ച ഫോറൻസിക് സംഘം പുറത്തേക്ക് വരുമ്പോൾ ആ ദൃശ്യം കണ്ട അനുവും ഇന്ദുവും തങ്ങളുടെ അച്ഛനൊരു കൊലപാതകിയാണെന്ന ഭീകരമായ സത്യം പൂർണ്ണമായും ബോധ്യപ്പെടുന്നു. പോലീസ് സംഘം ശാന്തമായി വിട്ടു പോകുമ്പോൾ വിശ്വാസം തകർന്ന ആ വീട്ടിലുള്ള ശ്വാസം മുട്ടിക്കുന്ന നിശബ്ദത മാത്രം അവശേഷിച്ചു. ഇതെല്ലാം കണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിലായിരുന്നു മക്കൾ രണ്ടുപേരും. പോലീസ് അയാളെ അറസ്റ്റ് ചെയ്തു. എല്ലാ തെളിവുകൾക്കും മുന്നിൽ അയാളുടെ പ്രതിരോധം തളർന്നുപോയ അയാൾ തലകുനിച്ചു. അവിടുത്തെ നിശബ്ദതയെ അയാൾ തന്റെ കുറ്റം സമ്മതിച്ചു. ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല. വഴക്ക് രൂക്ഷമായപ്പോൾ അവൾ എന്നെ ഭീഷണിപ്പെടുത്തി. എന്റെ നിയന്ത്രണം പോയി. വിങ്ങിപ്പൊട്ടിക്കൊണ്ട് അയാൾ ഇന്ദിരയെ എങ്ങനെ വകവരുത്തിയെന്നും കായൽ എങ്ങനെ ഉപേക്ഷിച്ചു എന്നും അയാൾ വിവരിച്ചു. അയാൾക്ക് ദേഷ്യം കൊണ്ട് കളിതുള്ളിയിരിക്കുന്ന സമയത്താണ്. അതിലേറെ ഭ്രാന്തമായ അവസ്ഥയിലായിരുന്നു അവരും. സഹിക്കുന്നതിലും അപ്പുറം അയാളുടെ ലീലാവിലാസങ്ങൾ സഹിച്ചു. ഞാൻ ഈ വീട്ടിൽ ഇല്ലാത്തപ്പോൾ ഈ വീട്ടിലേക്ക് പല സ്ത്രീകളെയും നിങ്ങൾ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഞാൻ ഉള്ളപ്പോഴും ഇതെനിക്ക് സഹിക്കാവുന്നതിൽ അപ്പുറമാണ്, ഇന്ദിര ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ടിരുന്നു. കുറച്ചു നാളുകളായി ഇതിന്റെ പേരിൽ ഇവർ തമ്മിൽ വഴക്കാണ്. അയാൾ മുകളിലത്തെ റൂമിലും അവർ താഴത്തെ നിലയിലുമാണ് കിടപ്പ്. അയാൾ ദേഷ്യമടങ്ങാതെ അവരോട്, നിർത്ത്, എനിക്ക് നിന്നെപ്പോലുള്ള ഒരു ഭാരം ചുമക്കാൻ വയ്യ. ഞാൻ എന്റെ ജീവിതം സന്തോഷമായി ജീവിക്കും. നീ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കോണം. അവർ കണ്ണുനീർ തുടച്ച് ശബ്ദം കടുപ്പിച്ചു. ഞാൻ പോകില്ല. ഇത് എന്റെയും കൂടി വീടാണ്. നിനക്കിവിടെ പല സ്ത്രീകളെയും കൊണ്ടുവരാൻ വേണ്ടിയല്ലേ എന്നോട് പോകാൻ പറയുന്നത്? ഞാൻ ഒഴിഞ്ഞു തരില്ല. എന്റെ അവകാശം ഞാൻ നിയമപരമായി വാങ്ങിക്കും. നിങ്ങൾ ആരാണെന്ന് ഞാൻ ഈ നാട്ടുകാരെ അറിയിക്കും. അവരുടെ ഈ വെല്ലുവിളി അവന്റെ നെഞ്ചിൽ തീ കോരിയിട്ടു. തന്റെ ബിസിനസ് ബന്ധങ്ങളും നാട്ടിലെ സ്ഥാപനമാനങ്ങളും നഷ്ടപ്പെടുമെന്ന് അയാൾ ഭയന്നു. ഈ ബന്ധം ഒഴിവാക്കുക എന്നതിലുപരി അവരെ എന്നേക്കുമായി ഇല്ലാതാക്കുക എന്നതായി അയാളുടെ ചിന്ത. രാത്രി ഏറെ വൈകി. അയാളുമായുള്ള തർക്കം കഴിഞ്ഞ് അവർ ദേഷ്യത്തിലും സങ്കടത്തിലും തളർന്നിരിക്കുകയായിരുന്നു. അയാൾ എന്തോ പറയാനായിട്ട് അവളുടെ അടുത്തേക്ക് വന്നു. സംശയത്തോടെ അവർ അയാളുടെ മുഖത്തേക്ക് നോക്കി. പെട്ടെന്നായിരുന്നു അയാൾ അവരുടെ കഴുത്തിൽ ബലമായി ഒരു ഷോൾ എടുത്തതിനാൽ അവർക്ക് തടയാൻ പറ്റിയില്ല. ശ്വാസം കിട്ടാതെ അവർ പിടഞ്ഞു. അയാൾ തന്റെ എല്ലാ ശക്തിയും എടുത്തു ആ ഷോൾ മുറുക്കി. തന്റെ സന്തോഷത്തിന് തടസ്സം നിൽക്കുന്ന ഇന്ദിരയെ എന്നേക്കുമായി ഇല്ലാതാക്കുകയായിരുന്നു. തന്റെ സന്തോഷത്തിന് തടസ്സമായി നിന്നവളെ അവൻ എന്നേക്കുമായി ഇല്ലാതാക്കിയിരുന്നു. അവരുടെ പിടച്ചിൽ ഇല്ലാതായപ്പോൾ അയാൾ തന്റെ ലക്ഷ്യം പൂർത്തീകരിച്ചു. സന്തോഷമായിരുന്നു. അവർ മരിച്ചെന്ന് ഉറപ്പിച്ചപ്പോൾ അയാൾ തന്റെ വസ്ത്രങ്ങൾ മാറ്റി. അവരുടെ ശരീരം കാറിൽ കയറ്റി രാത്രിയുടെ മറവിൽ ആരുമറിയാതെ കായൽ തീരത്തേക്ക് പാഞ്ഞു. ആരുമില്ലെന്ന് ഉറപ്പാക്കിയ ശേഷം മൃതദേഹം കായൽ ഉപേക്ഷിച്ചതിന് ശേഷം അയാൾ ഒന്നും അറിയാതെ പോലെ ജോലി സ്ഥലത്തേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. പോലീസ് അയാളെ ചോദ്യം ചെയ്യുന്നതിനിടയിൽ അനുവിനും ഇന്ദുവിനും അയാളെ കാണാൻ അനുവാദം കിട്ടി. അനുവിന്റെ മുഖം ദുഃഖത്താൽ തളർന്നും ദേഷ്യത്താൽ ജ്വലിച്ചു വരുന്നു. അവൻ മേശപ്പുറത്ത് കൈകൾ താങ്ങി അച്ഛന്റെ അടുത്തേക്ക് കുഞ്ഞു ശബ്ദം താഴ്ത്തി. എന്നാൽ കടുത്ത ദേഷ്യത്തിൽ, നിങ്ങൾ കള്ളം പറയുകയായിരുന്നല്ലേ? അമ്മയെ കാണാതായ രാത്രി നിങ്ങൾ ജോലിക്ക് പോയതല്ല. അയാൾ തല കുനിച്ച് മക്കളുടെ മുഖത്ത് നോക്കാൻ കഴിയാത്ത രീതിയിൽ കുനിഞ്ഞിരുന്നു. അനുവിന്റെ തോളിൽ കൈ വെച്ചുകൊണ്ട് വിറയ്ക്കുന്ന ശബ്ദത്തിൽ, എന്തിനായിരുന്നു ഇതൊക്കെ? നിങ്ങളുടെ സന്തോഷത്തിനു വേണ്ടി പാവം എന്റെ അമ്മയെ ഞങ്ങൾ നിങ്ങളെ വിശ്വസിച്ചല്ലോ. ആ സമയം അയാൾക്ക് വല്ലാത്ത തളർച്ച അനുഭവപ്പെട്ടു. ഞാൻ വഴക്ക് സഹിക്കാൻ വയ്യാതെ എന്റെ കൺട്രോൾ പോയി. അവൾ എന്റെ ജീവിതം നശിപ്പിക്കാൻ ശ്രമിച്ചു. ഇത് കേട്ടപ്പോൾ അനുവിന് വീണ്ടും ദേഷ്യം വന്നു. നിങ്ങളുടെ പേരും പദവിയും, നിങ്ങൾക്കിനി പേരും പദവിയും ഇല്ല. നിങ്ങളൊരു കൊലപാതകിയാണ് എന്റെ അമ്മയോട്. അവൻ ദേഷ്യത്തിൽ തന്റെ കസേര പിന്നിലേക്ക് തള്ളിമാറ്റി. അവൾ അവനെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് അയാളുടെ മുഖം കുറ്റബോധം കൊണ്ടും ഭയം കൊണ്ടും ചുളിയുന്നു. മക്കൾക്ക് മുന്നിൽ പ്രതിരോധിക്കാൻ വാക്കുകളില്ലായിരുന്നു. അവസാനമായി അയാളെ മുന്നിലേക്ക് അവൻ തിരിഞ്ഞു. നിങ്ങൾ ഞങ്ങളുടെ അച്ഛനല്ല. ഇനി ഞങ്ങൾക്ക് ഒരു അച്ഛനുമില്ല.
അവനും അവളും ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് കടന്നു. തങ്ങളുടെ അച്ഛനൊരു കൊലപാതകയാണെന്ന സത്യം ആ നിമിഷം അവരുടെ കുടുംബത്തെ പൂർണ്ണമായും തകർത്തു കളഞ്ഞിരുന്നു. പോലീസ് എല്ലാ തെളിവുകളും സഹിതം അയാളെ കോടതിയിൽ ഹാജരാക്കി. ടോൾ ബൂത്ത് രേഖകൾ, മൊബൈൽ ലൊക്കേഷൻ ഡേറ്റ, ഫോറൻസിക് റിപ്പോർട്ടുകൾ, മക്കളുടെ വികാരപരമായ മൊഴി എന്നിവയെല്ലാം അയാളുടെ കുറ്റം തെളിയിക്കൽ പര്യാപ്തമായിരുന്നു. ഒടുവിൽ ഇൻസ്പെക്ടർ കേസ് ഡയറി അടച്ചു. അയാളുടെ സ്വാർത്ഥതയും ചതിയും അഹങ്കാരവും ഒരു കൊലപാതകത്തിൽ കലാശിച്ചിരിക്കുന്നു. അയാളുടെ അറസ്റ്റും കുറ്റസംഭവവും കേസിന്റെ നിർണായകമായ അന്ത്യം കുറിച്ചു. ഇനി നിയമം അതിന്റെ വഴിക്ക് നീങ്ങും. നിങ്ങൾക്ക് ഈ ഒരു ചെറിയ കഥ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ അടുത്തൊരു സ്റ്റോറി ആയിട്ട് കാണാം. താങ്ക്